ഹലോ ഹായ്, നമ്മളിന്നുള്ളത് എറണാകുളം വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഇതൊരു വാക്ക് വേ പോലെയാണ്. അപ്പോൾ എറണാകുളത്തിൻ്റെ കണ്ണങ്കാട്ട് പാലം മുതൽ തോപ്പുംപടി പാലം വരെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇവിടെ പാലം മാത്രമല്ല ഉള്ളത്, ഫുഡ് കോർട്ട്സും ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ബിൽഡിങ്സ് പോലെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കോർട്ട്സ് ഉണ്ട്. പിന്നെ എൻ്റെ തുടക്കത്തിലൊരു കുഞ്ഞി പാർക്ക് പോലെ ഉണ്ട്. നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ജിമ്മ്, അങ്ങനെ ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. നൈറ്റൊക്കെ ഇവിടെ സൂപ്പറായിരിക്കും. ഇത് കടലിനെ വ്യൂ ചെയ്തൊരു വാക്ക് വേ ആയതുകൊണ്ട് തണുത്ത കാറ്റും പിന്നെ ഹട്ട് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കിനും സ്റ്റാർബക്സും സ്റ്റുഡിയോയും ഒക്കെ ഉണ്ട്. സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ പലപ്പോഴും ഡ്രസ്സ് വാങ്ങാറുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഫുഡിൻ്റെ സ്ഥലമാണ്. അവിടെ സൈഡിൽ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്യാം. പല കടകളായിട്ടാണ്. അവിടെ നിന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് മുമ്പിൽ നിരത്തിയിട്ടേക്കാം. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ്. ഈ സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ പോയാൽ എൻ്റെ സ്കൂളാണ്. അപ്പം അടുത്തടുത്താണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഞങ്ങൾക്ക് വരാനായാലും പോകാനുള്ള ഒരു ഈസിയാണ്. ഇത് കൊച്ചി നേവിയുടെ ഭാഗമാണ്. ഒരു കടലാണ്. അതിൻ്റെ നക്ഷത്രങ്ങളെ കാണാൻ രാത്രി ആകാശത്തുള്ള നക്ഷത്രങ്ങളെയൊക്കെ പോലെ ഉണ്ട് വെളിച്ചം. എനിക്ക് ഈ ഒരു ഇത് ഇഷ്ടമാണ്, നല്ല രസമാണ് കാണാൻ. നമ്മൾ രാത്രി വൈബാണല്ലോ പറഞ്ഞ പോലെ, അതുകൊണ്ട് നൈറ്റാണ്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും തിരക്കുണ്ട് അത്യാവശ്യത്തിന്. എല്ലാവരും കൊച്ചിയിൽ നൈറ്റിലാണ് എല്ലാവരും വൈബായി ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ, ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ ഒരു പീസായിട്ടാണ് എല്ലാവരും രാത്രി ഇറങ്ങുന്നത്. അതേപോലെ തന്നെ രാവിലെ ഫുഡ് കഴിക്കാൻ ഉള്ളതിനേക്കാളും കൂടുതൽ രാത്രി വൈബിനേക്കാളും പകലുള്ളതിനേക്കാളും കൂടുതൽ നൈറ്റാണുള്ളത്. ഇത് പനമ്പള്ളി നഗറാണ്. ഇവിടെയും ഫുഡാണ് മെയിൻ. അതായത് ഏത് ഇടവഴിയിലേക്ക് കയറിയാലും നമുക്കൊരു ഫുഡ് കോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഒരു ഫുഡ് കോർട്ടിലേക്കാണ്. അപ്പോൾ പനമ്പള്ളി നഗറിൽ ഫുഡ് കോർട്ടാണല്ലോ. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സാണ് കൂടുതലുമായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും വരുന്നത് കോളേജിൽ നിന്നും അവർക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നൈറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് കൂടുതലും ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലാ ഫുഡ്സും ഇവിടെ ഇതാണ്. പിന്നെ ഇതൊരു ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ട് എന്ന് വെച്ചാൽ ഒരു 5-6 ദിവസം അവധി ആയതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു തിരക്കില്ലായ്മയൊക്കെ ഉണ്ട്. ഇവിടെ ആയാലും നല്ല തിരക്കാണ്. ഇതേപോലെ ഒന്നുമല്ല. ഇപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞല്ലോ, അതാണ് ഇത്രയും തിരക്ക് കുറവ്. 12 മണിയൊക്കെ ആയി. അപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഈ ഒരു പാലത്തിൽ ലൈറ്റൊക്കെ ഇട്ട് നമുക്കൊരു ഡാൻസ് കളിക്കാൻ പറ്റിയ മുടക്കെയാണ്. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡാൻസ് കളിക്കാം. പിന്നെ ഈ ബോട്ടുകളായാലും ഇത് ചില സമയത്ത് ഇതിലൂടെ ബോട്ടൊക്കെ പോകും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു നക്ഷത്രത്തിൻ്റെയൊക്കെ ഫീലിങ്ങാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഷിപ്പ് യാർഡാണ്. ലൈറ്റൊക്കെ കൊള്ളാം അല്ലേ, നല്ല വൈബാണ്. ഇവിടെ കൂടുതലും ഞങ്ങൾ വരുന്നത് ഐസ്ക്രീം കഴിച്ച് രാത്രി നടക്കാനാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഐസ്ക്രീമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതൽ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും ഐസ്ക്രീം വാങ്ങിച്ചെടുത്തുള്ളൂ. അപ്പോൾ രാത്രി ഇതേപോലെയൊക്കെ പോകുമ്പോൾ ഐസ്ക്രീമൊക്കെ കിട്ടും. എനിക്ക് കൂടുതൽ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ഐസ്ക്രീം അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നത് തണുപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് രാത്രി ആകുമ്പോഴത്തേനും ഈ കാക്കകളുടെ ശല്യമാണ്. കാക്കകൾ മാത്രമല്ല, ഒത്തിരി പക്ഷികളുണ്ടാവും. ഭയങ്കര ശല്യമാണ്. പക്ഷെ അതിൻ്റെ ശബ്ദം ഇങ്ങനെ കരച്ചിലൊക്കെ കേൾക്കാൻ പ്രകൃതിയായി ഇണങ്ങി നിൽക്കുന്നവർക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് ഈ സയൻസ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല. എനിക്ക് ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാനും അതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ പ്രകൃതി രമണീയമായ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. മൂന്നാറായാലും പോകുമ്പോൾ ഞാൻ ചോദിക്കും, ഈ കാടും മലയും കാണാനാണോ വരുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് പ്രകൃതിയായിട്ട് ഭയങ്കര അറ്റാച്ച് ഇല്ല. എനിക്ക് ഹിസ്റ്ററി ആയിട്ടാണ് വലിയ
ഞങ്ങൾ ഒരു സ്റ്റെപ്പ് ഈ മുമ്പിൽ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. ഇനി തിരിച്ച് ആ സ്റ്റെപ്പ് കയറണം, വീണ്ടും ആ സ്റ്റെപ്പ് കയറി അത്രയും ദൂരം വീണ്ടും തിരിച്ചടക്കണം. ഐസ്ക്രീം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം നടന്നത് എന്ന് നിങ്ങൾ അറിയിക്കണം. ഇവിടെ ഇഷ്ടംപോലെ ബോട്ട് നിർത്തിയിട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബോട്ട് പകൽ സമയങ്ങളിൽ നമുക്ക് ബോട്ടിൽ കയറി പോവാം. പക്ഷെ പൈസ ഉണ്ട്. അപ്പോഴത്തേക്കിനും ആ ഒരു ബോട്ട് നിറയുന്ന വരെ നമ്മൾ ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും സമയം വെയിറ്റ് ചെയ്താലേ നമുക്കൊരു ബോട്ട് ഫുള്ള് ആ ഒരു കടൽ ഫുള്ള് കറങ്ങിയിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ് കയറാനായിട്ട്. അതിന് ആ ഒരു നിസ്സാര പൈസ ആയിരുന്നു